നമസ്കാരമുണ്ട്. ഒരാഴ്ച മുതൽ കേരളത്തിൻ്റെ ഒരു ഭാഗമല്ലാതായിത്തീരുന്ന തൃശ്ശൂരിൽ നിന്ന് ഒരു പ്രജയാണ്. എന്തൊരു ടൈപ്പ് ഓഫ് നിലവിളികളാണ്. കേരളത്തിൻ്റെ ഒരു ഭാഗമല്ല ഇനി തൃശ്ശൂർ. ഇതിലെ പോകുമ്പോൾ ഷൊർണൂർ വഴി ചുറ്റിപ്പോകുന്ന ആൾക്കാർ ഇനി മുതൽ ഇത് സാംസ്കാരിക നഗരിയല്ല, ചാണക നഗരിയാണ്. യേശുക്രിസ്തുവിൻ്റെ മുഖമെടുത്ത് സുരേഷ് ഗോപിക്ക് നൽകുന്നു. വീണുരുണ്ട് കരയാണ്. വേറെ 19 ആൾക്കാർ ഇവിടെ ജയിച്ചിട്ടുണ്ടെന്നുള്ള യാതൊരു ലക്ഷണവും ഇല്ല. ഒരേ ഒരാളുടെ മേലാണ് ഈ ഫോക്കസ് മുഴുവൻ. അപ്പം ഞാനൊരു കാര്യം പറയാം. ഒരു തൃശ്ശൂരുകാരി എന്ന നിലയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത്, നമുക്കൊരു നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കാണിച്ച ഒരു നാടാണ് തൃശ്ശൂർ. ഈ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ മുട്ടുസൂചി മുതൽ തങ്കക്കട്ടി വരെ ശക്തന്തമരം മാർക്കറ്റിലിട്ട് വിൽക്കുന്ന കച്ചവടക്കണ്ണുള്ള അരിപ്രാഞ്ചിമാരുടെ നാടാണിത്. നമ്മളെയൊന്നും ഭാവി കാണാൻ ഒരാളും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. ഈ ജയിപ്പിച്ച് മാറി 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 വിടുന്ന വാഴകൾ കൊണ്ട് നമുക്കുണ്ടാവുന്ന ഉപകാരവും അല്ലെങ്കിൽ ഉപദ്രവവും, പണിയെടുത്ത പണം കിട്ടാത്ത അവസ്ഥയിലേക്ക് കേരളത്തിൽ ഇരിക്കുന്ന ഒരു സർക്കാരും അവർക്ക് പിഴയ്ക്കുമ്പോൾ മാത്രം പൊട്ടന് ലോട്ടറി അടിച്ച മാതിരി ഇപ്പുറത്തേക്ക് ചാടിക്കുത്തുന്ന കുറേ 19 ആൾക്കാർ വേറെയും കിട്ടിയുകൊണ്ട് നമുക്കൊരു ഗുണമില്ലെന്നും, ഒന്ന് ജയിപ്പിച്ച് വിട്ട നിമിഷം മുതൽ ഇവിടെ നിന്ന് ഒറ്റ പൊന്തിൽ പൊന്തി ഡൽഹിയിൽ സെൻട്രൽ മിനിസ്റ്ററായി ലാൻഡ് ചെയ്ത ഒരാളാണ് നമുക്കുള്ള പൊട്ടൻഷ്യൽ എന്നും തിരിച്ചറിയാനുള്ള ബോധം തൃശ്ശൂരുകാർക്കുണ്ടായി എന്നുള്ളതാണ് അവരെ മറ്റു നാടുകളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ഇനി നിങ്ങൾക്ക് മതേതരമാണോ വേണ്ടത്? നിങ്ങൾ പറയുന്നത് ഒരു രാഷ്ട്രീയത്തിൽ ഒരാൾ ഒരു മതം നോക്കി കുത്തരുത്, അല്ലെങ്കിൽ ജാതിയോ മതോ ചിന്തകളില്ലാതെ വേണം നമ്മളൊരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ, ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ. അതുതന്നെയാണ് തൃശ്ശൂർ സംഭവിച്ചത്. ഇവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ മനസ്സോടെ ചിന്തിച്ച് ഞങ്ങൾക്കൊരു നായകനെ വേണം എന്ന് പറഞ്ഞ് മതഭേദമന്യേ തിരഞ്ഞെടുത്ത ഒരു തെരഞ്ഞെടുപ്പാണ് തൃശ്ശൂർ നടന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്ത്രീപക്ഷ നിലപാടുകളാണെങ്കിൽ ഇവിടെയുള്ള സ്ത്രീകളുടെ തീരുമാനമായിരുന്നു സുരേഷ് ഗോപി എന്ന നേതാവ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെടണമെന്ന്. ഇതുവരെ നമ്മൾ ഉമ്മർത്തിരുന്ന് പത്രം വായിക്കുമ്പോൾ ആണുങ്ങൾ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം തമാശയ്ക്ക് പോലും കേൾക്കാൻ സമ്മതിക്കാതെ, അല്ലെങ്കിൽ താല്പര്യമില്ലാതെ അടുക്കളപ്പുറത്തിരുന്ന് പരദൂഷണം പറഞ്ഞ സ്ത്രീകളിൽ നിന്ന് പൂമുഖത്തേക്ക് വന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള നേതാവ് ഇതാണ്, ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഇതാണ് എന്ന് ഒരു വ്യക്തമായ തീരുമാനം എടുക്കുകയും അത് വോട്ടിംഗ് മെഷീനിൽ വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്യാനുള്ള പ്രബുദ്ധത നേടിയ സ്ത്രീകളുടെ നാടാണ് തൃശ്ശൂർ. അപ്പം മതേതരമായി, സ്ത്രീപക്ഷമായി, പുരോഗമനമായി. ഇനി എന്താണ് നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഇതിന് മേലെ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സ്റ്റാൻഡുകൾ എന്താണെന്ന് മനസ്സിലായില്ല. പണിയെടുക്കുന്നവനും പറഞ്ഞ വാക്ക് പാലിക്കുന്നവനും മാത്രം തിരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കേണ്ട ഒരു പ്രബുദ്ധതയിലേക്ക് ഇനിയാണ് കേരളം മാറാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കാണിച്ച ഒരു ജില്ലയാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് തൃശ്ശൂർ വളരെ വ്യത്യസ്തമാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്കൊരു നാണക്കേടുമില്ല. പൂർണ്ണ മനസ്സോടെ അത് സമ്മതിക്കുന്നു. സംഘപരിവാറിനെ എതിർക്കൽ മാത്രം ഉരുട്ടി വെച്ച് ഇനി വോട്ട് നേടി ജയിക്കാമെന്ന് ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ഒരാളും ചിന്തിക്കേണ്ട. മനസ്സിലായോ? ഇനി പറഞ്ഞ വാക്ക് പാലിക്കുക, പ്രവർത്തിച്ച് കാണിക്കുക, അങ്ങനെയാണ് നിങ്ങളൊരു രാഷ്ട്രീയം കൊണ്ട് നടക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാൻ ഞങ്ങൾക്കിപ്പോൾ ഒരാളുണ്ട്. ഞങ്ങളത് കാണിച്ചു തരികയും ചെയ്യും. അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്മാനെ. ഇപ്പോൾ കിടന്ന് വിളിച്ചിട്ട് എന്താ കാര്യം? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്.